PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുത്ത സയൻസിലെ സാധ്യതാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിലെ ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ഇത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുന്നതാണ്? ജലത്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ബാക്കിയൊക്കെ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ്. സ്ട്രോമയിൽ വെച്ച്. അടുത്തത്, അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഫ്ലോയത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ഫ്ലോയത്തിലൂടെ സഞ്ചരിച്ചാണ് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹരിതകം എ മാത്രമാണ് നേരിട്ട് പങ്കെടുക്കുന്നത്. ഹരിതകം ബിയും കരോട്ടിനും ഒന്നും പങ്കെടുക്കുന്നില്ല. ഹരിതകം എ മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആ 3 സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. ഓക്കെ, അടുത്ത ചോദ്യം, ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ജീവികളെ 5 കിങ്ഡങ്ങളായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഏത് സസ്യശാസ്ത്രജ്ഞനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. റോബർട്ട് എച്ച് വിറ്റാഗർ ആണ്. റോബർട്ട് എച്ച് വിറ്റാഗർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. കാൾവൗസ് എന്ന് പറയുന്നത് ജീവികളെ 6 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ്. ആര്? കാൾവൗസ് എന്ന് പറയുന്നത് 6 കിങ്ഡങ്ങളായി വർഗീകരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് കാൾവൗസ്. അതുപോലെ ജോൺ റേയുടെ പ്രത്യേകത, സ്പീഷീസ് എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് ജോൺ റേ ആണെന്ന് ഓർത്തിരിക്കുക. കാൾ പ്രത്യേകത എന്താണ്? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ADH അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നതാണ് ADH അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വാസോപ്രസിൻ. ഇപ്പൊ വാസോപ്രസിൻ എന്ന ഓപ്ഷനിൽ കണ്ടാലും ADH എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ADH അഥവാ വാസോപ്രസിൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏത്? എക്സിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, നാഷണൽ പാർക്ക്. അപ്പൊ എക്സിറ്റീവ് കൺസർവേഷനിൽ പെടുന്നത് ഏതൊക്കെയാ? ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് എന്നിവ എക്സിറ്റീവ് കൺസർവേഷനിൽ പെടുന്നവയാണ്. ഇനി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇൻസിറ്റീവ് കൺസർവേഷനിൽ പെടുന്നതാണ് നാഷണൽ പാർക്ക്. പിന്നെയോ വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻസിറ്റീവ് കൺസർവേഷന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ.
ഇനി സെറിബ്രം എന്ന് പറയുന്നത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അതായത് ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത്, ഇതൊക്കെ എന്താണ്? സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത്, ഓർമ്മ, ബുദ്ധി, ചിന്ത ഇവയുടെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്നത്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ സെറിബ്രമാണെന്ന് ഓർത്തിരിക്കുക. ദെൻ സെറിബല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ശരീര തുലന നില പാലിക്കുന്നത്, ശരീര തുലന നില നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാലും ഏതാണ്? സെറിബല്ലമാണ്. തലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണെന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല, തന്നിരിക്കുന്ന പ്രത്യേകതകൾ നോക്കുക. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്. പിന്നെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകല. ഈ പ്രത്യേകതകൾ ഉള്ളത് ഏതാണ്? ഏത് സസ്യകലയാണ് എന്ന് ചോദിച്ചാൽ കോളൻ കൈമയാണ്. കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്, സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത്, സജീവ സസ്യകല എന്നിവ. ദെൻ പാരൻകൈമയുടെ പ്രത്യേകത ലഘുഘടനയുള്ള സസ്യകോശങ്ങളാണ് പാരൻകൈമ. ഓക്കെ, ലഘുഘടനയുള്ളതാണ്. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് പാരൻകൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട് ആര്? പാരൻകൈമ. ഇനി സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. കോശഭിത്തിയിൽ നല്ല കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാരൻകൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, ഇത് മൂന്നുമാണ് സസ്യകലകൾ എന്ന് പറയുന്നത്. പിന്നെ സൈലവും ഫ്ലോയും ഉണ്ട്. അപ്പോൾ അതിലെ പാരൻകൈമയും കോളൻ കൈമയും സ്ക്ലീറൻ കൈമയും നമ്മളിപ്പോൾ പറഞ്ഞു, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് വജ്രമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വജ്രം, ഗ്ലാസ്, ജലം, വായു ഇവയെ പ്രകാശിക സാന്ദ്രത കൂടിയതിൻ്റെ ക്രമത്തിൽ നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ളത് വജ്രത്തിനാണ്. വജ്രം ഈസ് ഗ്രേറ്റർ ദാൻ ഗ്ലാസിനാണ് അത് കഴിഞ്ഞ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് ജലമാണ്, അത് കഴിഞ്ഞാണ് വായു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രതയുള്ളത് വജ്രത്തിനാണ്. വജ്രം ഈസ് ഗ്രേറ്റർ ദാൻ ഗ്ലാസിനേക്കാളും വജ്രത്തിനാണ് കൂടുതൽ, ജലത്തിനേക്കാളും ഗ്ലാസിനാണ് കൂടുതൽ, വായുവിനേക്കാളും ജലത്തിനാണ് കൂടുതൽ. അപ്പോൾ ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ വജ്രം ഈസ് ഗ്രേറ്റർ ദാൻ ഗ്ലാസ്, ഈസ് ഗ്രേറ്റർ ദാൻ ജലം, ഈസ് ഗ്രേറ്റർ ദാൻ വായു. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഏറ്റവും കൂടിയ ആള് വജ്രമാണ്, കുറഞ്ഞ ആള് വായുവാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 48.6 ഡിഗ്രിയാണ്. 48.6 ഡിഗ്രി. ഇനി ഇവിടെ 42 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണാണെന്ന് ഓർത്തിരിക്കുക. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രി. ജലത്തിൻ്റേത് 48.6 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം. അപവർത്തനത്തിന് മറ്റ് 2 എക്സാമ്പിളും കൂടെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിനകത്ത് ജലം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചരിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ച് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തതായിട്ട്
നമുക്ക് കാണപ്പെടും. അതിന് എന്താണ് കാരണം? അപവർത്തനമാണ് അല്ലെ, അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവുകയാണ്. അപ്പൊ അപവർത്തനമാണ് അതിന് കാരണം. പിന്നെ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഗ്ലാസ്സിൽ ജലം എടുത്തിട്ട് അതിന്റെ അടിയിൽ നമ്മളൊരു കോയിൻ വെക്കുന്നു, ആ കോയിൻ ഒരു അല്പം ഉയർന്നതായിട്ട് കാണപ്പെടും. അതും എന്താണ് കാരണം? അപവർത്തനം തന്നെയാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പൊ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, അതുപോലെ ഗ്ലാസ്സിനകത്ത് ഈ ഒരു സ്റ്റിക്ക്, ജലത്തിൽ സ്റ്റിക്ക് വെക്കുമ്പോൾ അത് വളഞ്ഞതായിട്ട് കാണപ്പെടുന്നത്, ഗ്ലാസ്സിനകത്ത് ജലം എടുത്ത് അതിൽ കോയിൻ ഇടുമ്പോൾ അത് ഉയർന്നതായിട്ട് കാണപ്പെടുന്നത്, ഇതൊക്കെ അപവർത്തനമാണ് കാരണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ തന്നിരിക്കുന്ന പ്രതിഭാസം വിസരണം. വിസരണത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും നീല നിറം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം, സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിസരണം എന്ന് പറയുന്ന പ്രതിഭാസമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ചോദിക്കുന്നതാണ് പ്രകീർണനം. പ്രകീർണനം എന്ന് പറയുന്നത് സൂര്യപ്രകാശം 7 ഘടകങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകീർണനമാണെന്ന് ഓർത്തിരിക്കുക. സൂര്യപ്രകാശം 7 ഘടകങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? പ്രകീർണനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം. ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം എന്ന് പറയുന്നത്. കൂടാതെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. ഭാരം ഏറ്റവും കുറഞ്ഞ മൂലകം ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. അപ്പൊ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം, അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, ഭാരം കുറഞ്ഞ മൂലകം എല്ലാം ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? AC വൈദ്യുതിയുടെ ആവൃത്തി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. കാരണം ഒരാറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് സബ്ഷെല്ലുകൾ. S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. അപ്പോൾ ഈ 4 സബ്ഷെൽ ഉണ്ട്. അതിൽ S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ആ 2 നമുക്കിവിടെ ഓപ്ഷനിൽ കാണാൻ പറ്റും. Pയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ആ 6ഉം നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തത് Dയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അതും നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തത് Fയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. അതും ഇവിടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 4 സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സബ്ഷെല്ലിൽ എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ഷെല്ലിന്റെ പേര് പറഞ്ഞിട്ട് അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, P സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6, D സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 10, F സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 എന്നുള്ളത്. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? സംക്രമണ മൂലകം ഓപ്ഷൻ ബി ആണ്, മാംഗനീസ്. മാംഗനീസ് ആണ് സംക്രമണ മൂലകം. അപ്പൊ സംക്രമണ മൂലകം എന്നാൽ D ബ്ലോക്ക് എലമെന്റ്സ് ആണ്. D ബ്ലോക്ക് എലമെന്റ്സ് ആണ് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ഹൈഡ്രജൻ S ബ്ലോക്കിൽ വരുന്നതാണ്. പിന്നെ ക്ലോറിൻ ഉണ്ട്, അതുപോലെ ആർഗൺ ഉണ്ട്. ഈ ക്ലോറിനും ആർഗണും P ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങളാണ്. മാംഗനീസ് ആണ് D ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ D ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ, സിങ്ക്, സിൽവർ, കാഡ്മിയം. ഇതൊക്കെ ഏത് വരുന്നതാണ്? D ബ്ലോക്ക് എലമെന്റ്സ് ആണ് കേട്ടോ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ, സിങ്ക്, സിൽവർ, കാഡ്മിയം. ഇതെല്ലാം D ബ്ലോക്ക് മൂലകങ്ങളാണ്, അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ്.
അടുത്ത ചോദ്യം, ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം. അതായത് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയുന്നതാണ് അവഗാഡ്രോ നിയമം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അവഗാഡ്രോ നിയമം. ഇനി ബോയിൽ നിയമത്തിന്റെ ഇക്വേഷൻ എന്താ? ബോയിൽ നിയമം പറയുന്നത് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ, ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ മർദ്ദം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V ആണ് കേട്ടോ. അപ്പോൾ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയാം, അല്ലെങ്കിൽ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. ഇതാണ് ബോയിൽ നിയമത്തിന്റെ ഇക്വേഷൻ. ഇനി ചാൾസ് നിയമം പറയുന്നത് എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഊഷ്മാവിന് നേരനുപാതത്തിലായിരിക്കും. അതായത് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുന്നതാണ്. അവിടെ P ആണ് കോൺസ്റ്റന്റ്. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുന്നതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് കോപ്പർ. അടുത്തത്, ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് എന്നാൽ H2SO4 ആണ് അല്ലെ. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ സൾഫർ ട്രൈ ഓക്സൈഡ് മിക്സ് ചെയ്യുമ്പോൾ, സൾഫർ ട്രൈ ഓക്സൈഡ് എന്നാൽ SO3. സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ സൾഫർ ട്രൈ ഓക്സൈഡ് ചേരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? ഒലിയം എന്ന് പറയുന്നത് H2S2O7 ആണ്. H2S2O7 ആണ് ഒലിയം എന്ന് പറയുന്നത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ സൾഫർ ട്രൈ ഓക്സൈഡ് ചേരുമ്പോഴാണ് ഒലിയം ഉണ്ടാവുന്നത്, H2S2O7 ഉണ്ടാവുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നതിന്റെ ഉപയോഗം, നമ്മൾ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിക്കും. സൾഫ്യൂരിക് ആസിഡ് ആണ്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ സമ്പർക്ക പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് V2O5, അതായത് വനേഡിയം പെൻഡോക്സൈഡ് ആണ്. V2O5 അഥവാ വനേഡിയം പെൻഡോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കെലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കെലാമിൻ എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. അപ്പൊ സിങ്കിലൊക്കെ ഇട്ട് നമ്മൾ കലമൊക്കെ കഴുകുന്നുള്ള രീതിയിൽ കോഡൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. കെലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണെന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ്. ഇനി നമുക്ക് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഉരുക്കി വേർതിരിക്കൽ അതുവഴി നടത്തുന്നത് ടിന്ന്, ലെഡ് എന്നിവയുടെ സാന്ദ്രണമാണ്. ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളുടെ വേർതിരിക്കലിനാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദെൻ സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ വേർതിരിക്കുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയുടേതാണ് സ്വേദനം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ്, അതായത് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വേർതിരിക്കുന്നത് ഏതാണ്? കോപ്പർ ആണ്. കോപ്പറിന്റെ സാന്ദ്രണത്തിനാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്?
ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, CnH2n ആണ്, CnH2n. അപ്പോൾ എന്താണ് ആൽക്കീൻ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ആൽക്കെയിൻ എന്ന് പറയും. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമാണെങ്കിൽ അവയെ നമ്മൾ ആൽക്കീൻ എന്ന് പറയും. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമാണെങ്കിൽ നമ്മൾ അവയെ ആൽക്കൈൻ എന്നാണ് പറയുക. അപ്പോൾ ഏകബന്ധനമാണെങ്കിൽ ആൽക്കെയിൻ, ദ്വിബന്ധനമാണെങ്കിൽ ആൽക്കീൻ, ത്രിബന്ധനമാണെങ്കിൽ ആൽക്കൈൻ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ ആൽക്കെയിനിന്റെ പൊതുവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ CnH2n+2 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ സി കണ്ടോ, ഇതാണ് ആൽക്കെയിൻ എന്ന് പറയുന്നതിന്റെ പൊതുവാക്യം. ആൽക്കെയിനിന്റെ പൊതുവാക്യം ചോദിച്ചാൽ CnH2n+2. ഇനി ആൽക്കീനിന്റെ പൊതുവാക്യമാണ് നമ്മൾ ഇവിടെ ചോദിച്ചത്, CnH2n. ഇനി ആൽക്കൈനിന്റെ പൊതുവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൽക്കൈനിൻ്റെത് CnH2n-2 ആണ്. അപ്പൊ CnH2n+2 ആണെങ്കിൽ ആൽക്കൈനിന്റെ പൊതുവാക്യം, CnH2n മാത്രമാണെങ്കിൽ ആൽക്കീനിന്റെ പൊതുവാക്യം, CnH2n-2 ആണെങ്കിൽ ആൽക്കൈനിന്റെ പൊതുവാക്യം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ എഥനോൾ ആണ്, എഥനോൾ. അങ്ങനെയാണെങ്കിൽ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മെത്തനോൾ ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ ആണ്, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ ആണെന്ന് ഓർത്തിരിക്കുക. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു. ഐച്ഛിക ചലനങ്ങൾ സെറിബ്രം, ശരീര തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്നൊക്കെ പഠിച്ചു. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? മനുഷ്യനേത്രത്തിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണമാണ് ഏത്? പ്ലാസ്മിഡ് ആണ്. പഠിക്കണേ. അടുത്തത്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഈ സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, R.D. പിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര. R.D. പിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകരയാണ് ആഫ്രിക്ക. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡിവ്രിസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഫാറ്റി ലിവർ. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം. പാഡി ബ്ലൈറ്റ് എന്ന് പറയും. ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്നത്.
ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി. ടി ഫോർ തൈമസ് ആണ്. ബി ആണെങ്കിലോ ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞാൽ ബോൺ മാരോ. ബോൺ മാരോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ബോൺ മാരോയിലാണെങ്കിൽ ബി ലിംഫോസൈറ്റ്, തൈമസ് ആണെങ്കിൽ ടി ലിംഫോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏത്? ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം മാംസഭുക്കാണ്. ആദ്യത്തെ ഉപഭോക്താവാൻ കഴിയാത്തത് മാംസഭുക്ക് വരത്തില്ല അല്ലെ. ആദ്യം ആരാ വരിക? ഹരിത സസ്യങ്ങൾ വരും അല്ലെ. ഹരിത സസ്യങ്ങൾ, അതായത് ഉൽപാദകർ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഉപഭോക്താവ് വരുന്നത് എന്താ? ഈ സസ്യത്തെ ആഹാരമാക്കുന്നവർ, അതായത് സസ്യബുക്കാണ് പിന്നീട് അവിടെ വരിക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സസ്യബുക്കിനെയും ആഹാരമാക്കുന്ന മാംസബുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം വരുന്നത് ഉൽപാദകരായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ സസ്യാഹാരിയാണ് വരേണ്ടത്. അടുത്തത്, ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത്? ഭക്ഷണത്തിലൂടെ അല്ലാതെ ലഭിക്കുന്നത് ഓപ്ഷൻ ഡി, ജീവകം ഡി ആണ്. ജീവകം ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി, സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏത്? അവസാനം മുളച്ചു വരുന്ന പല്ല് ചർവണകം ആണ്. ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത്? നീലഗിരി താർ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഇരവികുളമാണ്. ഇരവികുളം. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? എല്ലാ വസ്തുക്കളെയും പ്രതിഫലിപ്പിക്കുന്ന, എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ബി, വെളുപ്പ് നിറം. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഒരിക്കൽ ചൂടാക്കി പിന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ദൃഢമാവുന്നു, അതായത് സെറ്റ് ആവുന്നു എന്ന് ഓർത്താൽ മതി. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് pH 5 വരുന്ന മണ്ണിനാണ്. pH 5 വരുന്ന മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായത് ഓപ്ഷൻ സി 1ഉം 2ഉം. വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. ഇത് രണ്ടുമാണ് ശരിയായത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇവിടെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം നേർരേഖാ ചലനം എന്ന് കൊടുത്തിട്ടുണ്ട്. വൃത്താകാര പാതയിലൂടെയുള്ളത് വർത്തുള ചലനമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഗാനിമീഡ് വ്യാഴത്തിന്റെ ഉപഗ്രഹം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് പെൻ ഈഡീസ് ആണ്. ഈഡീസ് പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി, വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് അമിത രക്തസ്രാവം അല്ലെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം കോളറയാണ്. കോളറ. കണ്ണിന്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാവുന്നത്? മാറ്റിവെക്കാൻ പറ്റുന്ന കണ്ണിന്റെ ഭാഗം കോർണിയ. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
അടുത്തത് അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച അർബുദത്തിന്റെ ലക്ഷണമാണ്, അർബുദം. വിളർച്ച ഏത് ധാതുവിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നു? വിളർച്ച അഥവാ അനീമിയ. അനീമിയ എന്തിന്റെ കുറവ് കൊണ്ടാ? ഇരുമ്പിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നു. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വരുന്നത് 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. 2ഉം ശരിയാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്. ചെറിയ അസ്ഥി ഓപ്ഷൻ എ ആണ്, സ്റ്റേപ്പീസ്, ചെവിയിലാണ് കാണപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാ? ഓപ്ഷൻ എ തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം വൃക്കയാണ്, വൃക്ക. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏത്? അപ്പം നമ്മളൊരു കുറിയൊക്കെ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാർ പോലെയാണ് അല്ലെ, ചന്ദനക്കുറിയൊക്കെ വരയ്ക്കുക. അപ്പോൾ സിനബാർ എന്ന് ഓർത്താൽ മതി, സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാനായിട്ട് കഴിയുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് ഏതിൻ്റെ അവസ്ഥയും തുടരാനുള്ള പ്രവണത എന്തെന്ന് പറയും? ജഡത്വം എന്ന് പറയും. ഓപ്ഷൻ സി, ജഡത്വം. കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്നത് 8 ദിവസമാണ്. മുട്ട വിരിയാൻ 8 ദിവസം. പുകവലി മൂലമുണ്ടാവുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാ? ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ചലനരഹിത സന്ധിയാണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വിസർജനാവയവം വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി. ഹൃദയത്തിൽ 4 അറകളുള്ളത് മനുഷ്യനാണ് അല്ലെ, മനുഷ്യന്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്നത് വിറ്റമിൻ ബി ആണ്. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ബാക്കി എല്ലാം വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ഇതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. ജലദോഷത്തിന് കാരണമാകുന്നത് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി. കോളറയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതു വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവറിന് കാരണമായിട്ടുള്ള രോഗാണു റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ പെടുന്നു. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്, കരളിൽ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഏതിന്റെ കുറവ് മൂലമാണ്? നൈട്രജൻ.
പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്? ഓക്സിജൻ ഉണ്ടാവുന്നത് ജലം വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്നത് തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. ശ്രീകാര്യം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം? സങ്കരയിനം നെല്ലാണ് അന്നപൂർണ. അനുഗ്രഹ എന്ന് പറയുന്നത് പച്ചമുളക്. ലോല എന്ന് പറയുന്നത് പയറാണ്. അനാമിക എന്ന് പറയുന്നത് വെണ്ടയാണ്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാ? റൈസോബിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്രികങ്ങൾ എന്ന് പറയുന്നത് ആരുടെ? ഡൊബറൈനർ. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെന്റലിയഫിൻ്റെതാണ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മോസ്ലിയുടേതാണ്. ഓക്കെ, അടുത്തത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് വാതകം ശബ്ദത്തോടെ കത്തുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? സ്ഥാനം മൂലം ലഭ്യമാവുന്നത് സ്ഥിതികോർജം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരം പ്രവേഗമാണ്. പ്രവേഗം. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ ചേർക്കുന്നതാണ് സൾഫർ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്, ECG. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായി രക്തനഷ്ടമുണ്ടാവുന്ന രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത് എന്നുള്ളത്. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. HIV ആണ് എയ്ഡ്സിന് കാരണമായിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഏതിൻ്റെ അഭാവമാണ് പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നത്? ഇൻസുലിൻ്റെ അഭാവം. ഓക്കെ, അടുത്തത്, ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? റെഡ് റിബൺ എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗർഭാശയഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്.
ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം എന്ത്? ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമാണ് അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം, വായുവിനെ ദ്രാവകമാക്കാനുള്ള സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും HCl-ഉം HNO3-യുമാണ്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത് അണ്ഡവാഹിനി കുഴലുകളിൽ വെച്ചാണ്, അണ്ഡവാഹിനി കുഴലുകളിൽ വെച്ച്. അടുത്തത്, മിനമാറ്റ രോഗം ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനമാറ്റ എന്ന് പറയുന്ന രോഗം HG മലിനീകരണം. അടുത്തത്, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ക്വാഷിയോർക്കർ ആണ്, ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ടൈഫോയിഡിന്റെ നിർണയത്തിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ B ആണ്. 2 മാത്രമാണ് ശരി. ജിയുടെ പരമാവധി മൂല്യം എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ, ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയാണ്? വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് 2F ആണ്. അപ്പോൾ 2 × F എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 15. 15 × 2 30 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ B ആണ്, മനുഷ്യരക്തം. മനുഷ്യരക്തത്തിന്റെ pH 7.4 ആണ്. അടുത്തത്, വിറ്റമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ D ആണ്, 1ഉം 4ഉം. വിറ്റമിൻ K രക്തം കട്ടപിടിക്കാതിരിക്കാൻ. വിറ്റമിൻ B1 ബെറി അപര്യാപ്തത രോഗം കൊടുത്തിട്ടുണ്ട്. വിറ്റമിൻ എയുടേത് റിക്കറ്റ്സ് അല്ല, വിറ്റമിൻ എയുടേത് നിശാന്തത എന്നുള്ളതാണ്, നിശാന്തത. വിറ്റമിൻ ഇയുടേത് വന്ധ്യതയാണ്, വന്ധ്യത. ഇനി സ്കർവി എന്ന് പറയുന്നത് വിറ്റമിൻ സിയുടേതും റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടേതുമാണ്. അടുത്തത്, ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം. ഫെമർ കാണപ്പെടുന്ന ശരീരഭാഗം കാലാണ്, കാല്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ്. പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ക്യാൻറ്റിലയാണ്, ക്യാൻറ്റില. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് വികിരണമാണ്. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഖരരൂപം വാതകമായി മാറുന്നു. പാറ്റ ഗുളികയൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയും. ഖരം നേരിട്ട് വാതകമായി മാറുന്നതാണ് സബ്ലിമേഷൻ, ഉത്പതനം എന്ന് പറയുന്നത്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായിട്ടുള്ള നിയമമാണ് ചാൾസ് നിയമം, ചാൾസ് നിയമം. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥൈൻ ആണ്, മീഥൈൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ.